മുട്ടാർ പുഴയെപ്പോലെ തന്നെ വീർപ്പുമുട്ടി നിൽക്കുന്ന പുഴകളും തോടുകളും കേരളത്തിൽ വേറെയുമുണ്ട്. ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണം. കുട്ടികളുടെ പാഠ്യ വിഷയങ്ങളിലുള്ള താൽപര്യം, ആ വിരസത മാറ്റുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന അധ്യാപകരും കേരളത്തിൽ തന്നെയുണ്ട്. ഒരു സ്കൂളിൽ ഒരു നല്ല വിപ്ലവം നടത്താൻ ഒരധ്യാപകൻ മതി. 3 വർഷമായി കൊല്ലത്തെ ഇളമ്പള്ളി SNSM ഹയർ സെക്കൻഡറി സ്കൂളിൽ അതാണ് നടക്കുന്നത്. ഇംഗ്ലീഷ് അധ്യാപകനായ അരുണിന്റെ കഥാപാത്രമാണ് അനിമേഷൻ ഡംബോ. കുട്ടികളെ രസിപ്പിക്കുന്ന മട്ടിൽ വിവരവും വ്യാകരണവും കൈമാറുന്ന ഈ ഡംബോ ഇന്നേവരുടെയും ഓമനയാണ്. ഈ ഡംബോ എന്ന് പറയുന്ന ഒരു സാങ്കല്പിക കഥാപാത്രം ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ഇടയിൽ കഴിഞ്ഞ 3 വർഷമായി ഇവിടുന്ന് പ്രസിദ്ധീകരിച്ചു വരുന്ന ശങ്കലൂർ എന്ന് പറയുന്ന ഇന്ത്യൻ മാസികയുടെ ഭാഗമാണ്. അന്ന് ഇംഗ്ലീഷിന്റെ ഇഡിയംസ് അവതരിപ്പിക്കുക അല്ലെങ്കിൽ കുട്ടികളിലേക്ക് വളരെ തമാശ രൂപത്തിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ആശയം മാത്രമായിരുന്നു ഞങ്ങളുടെ മുന്നിൽ. അത് ആദ്യത്തെ 2 മാസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷിലെ പ്രചാരത്തിലുള്ള ഇഡിയംസ് പിന്നീട് ആ പങ്കുകൾ കുട്ടികൾ ഏറ്റെടുത്തു. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ അതൊരു അനിമേഷൻ രൂപമായി. ഡംബോ എന്ന് പറയുന്ന ഇപ്പോൾ നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇംഗ്ലീഷിന്റെ ഏകദേശം എല്ലാ ഗ്രാമറുകളും, ഇപ്പം ഇഡിയംസ്, അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഫ്രേസർ വെർബുകൾ, അതുപോലെ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, അതുപോലെ നമുക്ക് തോന്നാവുന്ന കൊച്ചു കൊച്ചു അബദ്ധങ്ങളിൽ നിന്നും ഈ വളരെ ഹാസ്യാത്മകമായി ഡംബോ എന്ന് പറയുന്ന കഥാപാത്രം പഠിപ്പിക്കുന്നു. ഈ ഡംബോ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷിന്റെ ഒരു ഒതന്റിക് മെറ്റീരിയലായി, മിക്കവാറും എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാവുന്ന ഒരു ഒതന്റിക് മെറ്റീരിയലായി ഒരൊറ്റ സ്റ്റോറി ബോർഡ്, ഒരു കഥ, ആ കഥയുടെ അവസാനത്തിൽ വളരെ വിപുലമായ ഒരു വിശാലമായ ഒരു അർത്ഥം കുട്ടികൾക്ക് നൽകുന്ന രീതിയിൽ ഇതിനെ ഡെവലപ്പ് ചെയ്യുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം. വിഷ്വൽ മീഡിയയുടെ സഹായത്തോടു കൂടി ഞങ്ങൾക്കിപ്പോൾ ഓരോ ക്ലാസ്സുകളും ലാപ്ടോപ്പിൽ കൂടെ ഓരോ വിഷ്വൽസും ഓരോ പിക്ചേഴ്സും അതിനെ സംബന്ധിച്ചുള്ള ഓരോ വിവരങ്ങളും പുതിയതായിട്ട് അറിയുകയാണ്. അപ്പോൾ ആ അറിവ് ഞങ്ങളുടെ പഠനത്തെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡംബോ എന്നുള്ളൊരു ഇമാജിനറി ക്യാരക്ടർ ഇംഗ്ലീഷിന്റെ പഠനത്തിന് വേണ്ടി ഞങ്ങളുടെ ഈ സ്കൂളിലേക്ക് ശങ്കുലി എന്ന സ്കൂൾ മാഗസിനിലൂടെയാണ് കടന്നു വരുന്നത്. ഡംബോ ഇപ്പോൾ ഞങ്ങളുടെ ഒരാളാണ്, ഞങ്ങളുടെ ഒരു കൂട്ടുകാരനാണ്. ഇംഗ്ലീഷിലെ ഇഡിയംസ്, ഗ്രാമർ, അതുപോലുള്ള എല്ലാ ബേസ് ആയിട്ടുള്ള സംഭവങ്ങളും ഡംബോ എന്ന് പറയുന്ന ഈ ക്യാരക്ടറിലൂടെ ഞങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമമായിരുന്നു അരുൺ സാർ ചെയ്തത്. അത് വളരെയധികം വിജയപ്രദമായി തന്നെ ഭവിച്ചിരിക്കുകയാണ്. ഡംബോ ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് ഇംഗ്ലീഷിന് ഒരു പേടിയും തോന്നുന്നില്ല. അത്രയും നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സബ്ജക്റ്റും അതുപോലെ തന്നെ ഈ ഇംഗ്ലീഷ് ഭാഷയുമായി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കൈവരിക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പ്രിപ്പോസിഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഒരു സോങ്സിന്റെ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ഈ പുതിയ പഠന രീതി ഞങ്ങൾക്ക് ഒരുപാട് പ്രയോജനമായിട്ടുണ്ട്. ഇംഗ്ലീഷിൽ തന്നെ ഓരോ കാര്യം എഴുതുമ്പോഴും നമുക്ക് ആ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് എന്തോ എഴുതണമെങ്കിലും പെട്ടെന്ന് ഒരു ആശയം മനസ്സിലേക്ക് വരും. പോയംസ് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതിനെ മാക്സിമം സാറിന് പറ്റുന്ന രീതിയിൽ അതിനകത്ത് ഓരോ സീൻസ് കൊണ്ടുതരും. അന്നേരം സാർ ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരുമ്പോഴേക്ക് തന്നെ ഞങ്ങൾക്ക് അത് മനസ്സിലാവും. മുതിർന്നവരെക്കാളും കൂടുതൽ ശ്രദ്ധാലുക്കളാണ് കുട്ടികൾ. കുട്ടികളെ പഠിപ്പിക്കുവാൻ കുട്ടികളുടെ മാനസികാവസ്ഥയിലേക്ക് പ്രവേശിക്കണം. അതാണ് ഇവിടെ വിജയിക്കുന്നത്. ഇന്നത്തെ ഈ പുതിയ പഠന സംവിധാനം അനുസരിച്ച് ഈ സമ്പ്രദായത്തിലൂടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ്, കണക്കും അതുപോലെയുള്ള എല്ലാ വിഷയങ്ങളും വളരെ അനായാസമായി മനസ്സിലാക്കാനും പഠനം കൂടുതൽ രസകരമാക്കാനും ആനന്ദപ്രദമാക്കാനും കുട്ടികൾ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ പുതിയ സംരംഭത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു 4-5 വർഷം കൊണ്ട് ഒരു പക്ഷേ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ ഇംഗ്ലീഷിനോടൊപ്പം നിൽക്കുന്ന ഒരു കൂട്ടുകാരനാക്കി മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. പക്ഷേ ഞാൻ നിൽക്കുന്ന ചുറ്റുപാട് അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എനിക്കുള്ള ആശയമല്ല, സാഹചര്യത്തിൻ്റെ ബുദ്ധിമുട്ടാണ് എന്നെ ഇതിൽ നിന്നൊക്കെ നിയന്ത്രിക്കപ്പെടുന്നത്. എങ്കിലും കിട്ടുന്ന മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇത് കുട്ടികളുടെ ഇടയിൽ ഏതെല്ലാം കാര്യങ്ങൾ ഈ ഡംബോയുടെ അബദ്ധങ്ങളിലൂടെ അവതരിപ്പിക്കാൻ പെടാമോ, ഏതെല്ലാം കാര്യങ്ങൾ, ഏതെല്ലാം ഗ്രാമറുകൾ ഈ ഡംബോയിലൂടെ അവതരിപ്പിക്കപ്പെടാമോ, അതിൻ്റെ എല്ലാം സാധ്യതകൾ ചൂഷണം ചെയ്തുകൊണ്ട് ഡംബോ കുട്ടികളുടെ ഇടയിലേക്ക് ഇറക്കി വിടുകയാണ്. അപ്പോൾ ഒരു ആസ്വാദനത്തിൻ്റെ ലെവലിലേക്ക്, നമ്മുടെ ഭാഷയും ഒപ്പം ആസ്വാദനത്തിൻ്റെ ലെവലിലേക്ക് ക്ലാസ്സുകളെ മാറ്റാനുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ക്ലാസ്സുകൾ മുന്നോട്ട് നീങ്ങുന്നത്. Cats and dogs, here, where are they? That's it. By cats and dogs, you mean raining heavily? It is raining cats and dogs എന്ന ഇംഗ്ലീഷ് പ്രയോഗം മലയാള തർജ്ജമയിൽ പൂച്ചകൾക്കും നായ്ക്കൾക്കും പോലും സഹിക്കാനാവാത്ത മഴ പെയ്യുന്നു എന്നാവാം.
ഈ സംരംഭം തുടരട്ടെ, വിജയിക്കട്ടെ.